നമ്മൾ ഇന്നലെ പിയാസലിനോട് പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഈ മാസ്ക് വെച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. കാര്യം അത് കേൾക്കുന്ന സമയത്ത്, അത് കാണുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ശ്വാസമുട്ടുണ്ടാവുന്നു. എന്നാലും ഇന്ന് പിയാസലിൽ മാസ്കൊക്കെ വെച്ചാണ് വന്നിരിക്കുന്നത്. പിയാസലിൽ ഇന്നിപ്പോൾ എങ്ങനെയാണ് ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക? പതിവ് പോലെ തന്നെ ഉയർന്നു തന്നെയാണോ? ഈ വൈക്കോൽ കത്തിക്കുന്നതൊക്കെ തുടരുന്നുണ്ടോ ഇപ്പോഴും? തീർച്ചയായും ഈ മാസ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ മാസ്ക് വെച്ചതുകൊണ്ട് എത്രത്തോളം പ്രയോജനമുണ്ടെന്നറിയില്ല. കാരണം ഒരു 100% വലിച്ചു കയറ്റുമ്പോൾ ഒരു 20% കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും മലിനീകരണ തോത് അതിഭീകരമായി തന്നെ തുടരുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 400-ന് മുകളിലേക്കാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് വന്നത്. ഇന്നും അതേ നിലയിൽ തന്നെ തുടരുകയാണ്. അയൽ സംസ്ഥാനങ്ങളിൽ വൈക്കോൽ കത്തിക്കുന്നത് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബിലൊക്കെ തന്നെ പലയിടങ്ങളിലും കർഷകർ വൈക്കോൽ കത്തിക്കുന്നു. ഈ വൈക്കോൽ സംസ്കരിക്കുക എന്നത് കർഷകരുടെ ഒരു ആവശ്യമാണ്, അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ അതിന് മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടാക്കുന്നതിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ ശക്തമാകാൻ കഴിയുന്നില്ല. പലപ്പോഴും സുപ്രീം കോടതിയൊക്കെ തന്നെ അതിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കൂ എന്നൊക്കെ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചുവെങ്കിൽ പോലും അതിന് സാധിക്കുന്നില്ല. പിന്നീട് കർഷകർ ഈ ഒരു പരമ്പരാഗത രീതിയിൽ തന്നെ വൈക്കോൽ കത്തിക്കുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. അതിങ്ങനെ അന്തരീക്ഷത്തിൽ മഞ്ഞ് പോലെ ഈ പുകപടലങ്ങൾ മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ദില്ലി എത്തിക്കുകയാണ്. അപ്പോൾ അത് ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഒരു എയർ എമർജൻസി എന്ന നിലയിലേക്ക് ഡൽഹിയിലെ ഒരു സാഹചര്യം മാറുകയാണ്.